നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മിക്കവർക്കും ഫ്രീ കിക്കിനേക്കാൾ എളുപ്പം പെനാൽറ്റി ആണല്ലോ. ചിലർക്ക് പെനാൽറ്റിയിലൂടെ ഒരുപാട് ഗോളുകളും നേടാൻ പറ്റും. പക്ഷെ മെസ്സി അങ്ങനെയല്ല. 2018 ശേഷമുള്ള കണക്കെടുക്കുക, ലിയോ മെസ്സി പെനാൽറ്റിയിൽ നിന്ന് നേടിയ ഗോളിനേക്കാൾ കൂടുതൽ ഗോളുകൾ ഫ്രീ കിക്കിലൂടെ നേടിയിരിക്കുന്നു. നോക്കാം. ഇതിപ്പോൾ രാഷുലിനെതിരെ അദ്ദേഹത്തിന്റെ വക കിടിലൻ ഫ്രീ കിക്ക് ഗോൾ. ആ ഗോളോടുകൂടി അദ്ദേഹം എത്തുന്നത് പെലേക്ക് തൊട്ടുപുറകിലാണ് ഫ്രീ കിക്കിന്റെ കാര്യത്തിൽ. ചരിത്രത്തിൽ ഏറ്റവും അധികം ഫ്രീ കിക്ക് ഗോളുകൾ അടിച്ച് താരമായി മാറാനുള്ള അവസരവും ലിയോ മെസ്സിയുടെ മുന്നിൽ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. നാഷ്വിൽ എഫ്സിക്കെതിരെ 2-1 ഇന്റർ മയാമിയുടെ വിജയത്തിൽ 17ാമത്തെ മിനിറ്റിലെ ലിയോ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളോടുകൂടി 2018 ശേഷം ഫ്രീ കിക്കിലൂടെ അദ്ദേഹം 35 ഗോളുകൾ നേടിയിരിക്കുന്നു. അതേസമയം പെനാൽറ്റിയിലൂടെ അദ്ദേഹം നേടിയിരിക്കുന്ന 33 ഗോളുകൾ മാത്രമാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സംതിങ് അൺറിയൽ ആണ്. പെനാൽറ്റി ഗോളുകളേക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ മിക്ക കളിക്കാർക്കും പലർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. ഏതായാലും ഇതോടുകൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ 69 ഫ്രീ കിക്ക് ഗോളുകളായിരിക്കുന്നു. ഓൾറെഡി അദ്ദേഹം റൊണാൾഡിനോയെ മറികടന്നിരിക്കുന്നു. ഫ്രീ കിക്കുകൾ കൊണ്ട് വിസ്മയം തീർത്ത ബ്രസീലിയൻ മജീഷ്യൻ റൊണാൾഡിനോയെ അദ്ദേഹം മറികടന്നിട്ട് കുറച്ചായി. 66 ഫ്രീ കിക്ക് ഗോളുകളാണ് റൊണാൾഡിനോക്കുള്ളതെങ്കിൽ 69 ഫ്രീ കിക്ക് ഗോളുകളായി ലിയോ മെസ്സിക്ക്. പെലെയുടെ പേരിൽ 70 ഫ്രീ കിക്ക് ഗോളുകളാണ്. ഒറ്റ ഫ്രീ കിക്ക് ഗോൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം പെലെയേക്കാൾ പുറകിൽ. പെലെക്ക് തൊട്ടരികിലാണ് മെസ്സി. എന്നാൽ ഫ്രീ കിക്കുകളിൽ ഒന്നാമതുള്ളത് ഫ്രീ കിക്കുകളുടെ രാജാവ് എന്ന് വിശേഷണമുള്ള ബ്രസീലിയൻ താരം ജുനീഞ്ഞോ പെർണാബുക്കാനയാണ്. അദ്ദേഹത്തിന് 77 ഫ്രീ കിക്ക് ഗോളുകളാണ്. ഈ പോക്ക് പോയാൽ മെസ്സി ആ റെക്കോർഡും തകർത്താൽ അത്ഭുതപ്പെടാനില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.